തിരുവങ്ങൂർ അടിപ്പാതയിലേക്ക് ദേശീയപാത നിർമ്മാണത്തിനിടെ സ്ലാബ് വീഴുന്നത് ഏകദേശം 3:30 മണിയോടുകൂടിയാണ്. നമ്മളിപ്പോൾ കാണാം, അവിടെ കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു അടിപ്പാത കൂടെയാണ്. ഈ അടിപ്പാതയിലേക്ക് വലിയ അപകടം ഉണ്ടാകുന്നത് എന്തോ ഭാഗ്യത്തിനാണ് ഒഴിവായത് എന്ന് പറയാം. നമുക്കിവിടെ നാട്ടുകാരുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇവിടെ പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നേരത്തെ ഇവരുമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഇവരുമായിട്ട് MP അടക്കം ഇവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രവൃത്തി ഒരു ഉയർന്ന പാതയിലൂടെ ആക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഇവിടെ സ്ലാബ് ഇട്ടുകൊണ്ട് അതിനകത്ത് മണ്ണ് നികത്തിക്കൊണ്ടാണ് ഇവിടെ പ്രവൃത്തി പുരോഗമിക്കുന്നത്. സത്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തും അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. MP ഇത് പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ്. MP മിനിസ്റ്ററുടെ അടുത്ത് നേരിട്ട് എത്തി ഇതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് അറിയിച്ചതാണ്. പക്ഷേ അതിലൊന്നും പരിഹാരം കാണാതെ ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി തുടരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സ്ലാബ് അട്ടിയായി ഉയർത്തുന്ന സമയത്താണ് സ്ലാബ് ഉയർത്തുന്നതിനിടെ അത് ഫിറ്റ് ചെയ്യുന്നതിനിടെയാണ് അത് ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുള്ളത്. ഭാഗ്യവശാൽ ഇതൊരു നമുക്കറിയാം, തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്, തിരുവങ്ങൂർ പ്രദേശം എന്ന് പറയുന്നത് 3500 കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഇന്ന് അവധി ആയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഭാഗ്യവശാൽ ഉണ്ടായത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. കുട്ടികൾ ഈ റോഡിലൂടെ സഞ്ചരിക്കാറുണ്ട്, പ്രദേശവാസികൾ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാരണത്താൽ ഈ സ്ലാബ് ഇടിഞ്ഞ് താഴെ വീഴുന്നതെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ ഞങ്ങൾ സാക്ഷിയാവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. പ്രധാനപ്പെട്ട സേഫ്റ്റി ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇല്ലാതെയാണ് ഇവരുടെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാവേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരെ പോലും ഇല്ലാതെയാണ് അത് തുടരുന്നത്. അപ്പോൾ ഞങ്ങളത് അവരോട് സംസാരിച്ചു. തൽക്കാലം അവർ വരാതെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം മാത്രമേ ആ പ്രവൃത്തി പുരോഗമിക്കൂ എന്നുകൂടെ പഞ്ചായത്തിനെ അവർ അറിയിച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നോ? എന്തായിരുന്നു? കയറിൽ കെട്ടി? അതെ, ഇത് കയറിൽ കെട്ടി ഉയർത്തി അവിടെ ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇടിഞ്ഞ് താഴോട്ട് വീണത്. അപ്പോൾ പോലും അതാ ഞാൻ പറഞ്ഞത്, ഒരു പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അവരെ പ്രവൃത്തി പുരോഗമിച്ചിരുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ഒപ്പം തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തന്നെ നാട്ടുകാരും എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത്.